ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ കറക്റ്റ് ട്രാക്കിലാണോ? ഇനി നമ്മളുണ്ടല്ലോ ടെൻഷൻസ് ഒക്കെ മാറ്റി നിർത്തി നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കിയായിരിക്കണം ഇനി നമ്മുടെ റിവിഷൻ പ്രോസസ്സ് മുൻപോട്ട് പോകേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഇനി എത്ര ഡേയ്സ് ഉണ്ട്, എത്ര ടൈം കിട്ടും, നമുക്ക് ഓരോ ചാപ്റ്ററുകളും അത് ഡിവൈഡ് ചെയ്ത് നമുക്കത് കൃത്യമായിട്ടുള്ളൊരു വെൽ പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം നമ്മളത് ടെൻഷൻസ് അല്ല നമുക്ക് അവിടെ വേണ്ടത്, നമുക്ക് റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ സീരിയസ് ആവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മുൻപോട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം പ്രധാനമായിട്ടും ഓരോ ചാപ്റ്ററുകളുടെ പ്രത്യേകതകൾ അനുസരിച്ചായിരിക്കണം നമ്മൾ ആ അലോട്ടഡ് ടൈം അല്ലെങ്കിൽ അതിൻ്റെ ആ വെയിറ്റേജ് നമ്മുടെ പഠനത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ അതിന് എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ കെമിസ്ട്രിയിൽ 2 പ്രധാനപ്പെട്ട ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകളാണ് നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയും അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റവും. അപ്പോൾ ഈ 2 ചാപ്റ്ററുകളിൽ നമ്മുടെ ആ പഠന രീതി അനുസരിച്ച് വേണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം അലോട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമുക്ക് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചാപ്റ്ററുകളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയും അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള ചാപ്റ്ററുകൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ച് മുൻപോട്ട് പോകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വെയിറ്റേജ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മുൻ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ എണ്ണം. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ 5 വർഷത്തെ ഒരു അനാലിസിസ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഏകദേശം ഈ 2 വർഷം ഒഴികെ അല്ലെങ്കിൽ 3 വർഷം ഒഴികെ ബാക്കിയുള്ള വർഷങ്ങളിലെല്ലാം 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ചാപ്റ്ററാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് വരുന്ന വർഷങ്ങളിലെല്ലാം അതിൽ നിന്ന് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോവുകയാണെങ്കിലും റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനുകളുടെ എണ്ണം 2 എണ്ണം വെച്ചാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ തിയററ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്ന ചാപ്റ്ററുകളാണ്. അപ്പോൾ ഞാൻ ഈ ആദ്യം സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കണ്ടന്റ് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിലെ ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് പോകുന്നു, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമുക്കറിയാം നമ്മുടെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് ഫോളിയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇങ്ങനെയുള്ള പോർഷൻസ് പഠിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് മാസ് എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മാസ് അവിടെ എപ്പോഴും കൺസർവ്ഡാണ്. മാസ് കൺസർവ്ഡ് ഒരു കെമിക്കൽ റിയാക്ഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപുള്ള മാസും റിയാക്ഷൻ നടന്നതിന് ശേഷമുള്ള മാസും അവിടെ സെയിം ആയിരിക്കും. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിയാക്റ്റൻ്റാണ് ഉള്ളത്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ? പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ കൺസർവേഷൻ ഓഫ് മാസ് എന്ന കോൺസെപ്റ്റിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ടേമിൽ നിന്ന് തന്നെ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് റിയാക്റ്റൻറ്റിൻ്റെ മാസ് എന്താണോ അത് തന്നെ ആയിരിക്കണം പ്രൊഡക്റ്റിൻ്റെ മാസ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ എടുക്കുക, കാൽഷ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ടു ഗീവ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റിയാക്റ്റൻ്റ് കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് 100 ഗ്രാം ആണെങ്കിൽ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കാൽഷ്യം ഓക്സൈഡിൻ്റെ മാസും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 100 കിട്ടണം. 56 ഗ്രാമാണ് കാൽഷ്യം ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് തന്നിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് തന്നിരിക്കുന്നത് 44 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇവൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടോ? 100% ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം ആയിരിക്കുമല്ലോ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത് ലോ ഓഫ് കോൺസ്റ്റന്റ് ഓർ ഡെഫിനിറ്റ് പ്രപ്പോർഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ according to this law, a chemical compound always consists of same element combined in a definite proportion by mass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കെമിക്കൽ കോമ്പൗണ്ട് ഏതൊക്കെ സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്തോ ആ കെമിക്കൽ കോമ്പൗണ്ടിലുള്ള എലമെൻറ്റുകളുടെ മാസുകളുടെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ എലമെൻറ്റുകളും എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഞാൻ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഏത് സോഴ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എനിക്ക് 2 മെത്തേഡുകൾ ഞാൻ ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ കാർബണും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് കാൽഷ്യം കാർബണേറ്റ് ഞാൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിലും ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. എങ്ങനെയൊക്കെ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അതിൽ 2 എലമെൻറ്റുകളെ ഉണ്ടാകത്തുള്ളൂ. ഏതൊക്കെ ആയിരിക്കും? കാർബണും ഓക്സിജനും കമ്പൈൻഡ് ഇൻ എ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ ദെയർ മാസ് 12:32. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരുന്ന് വെച്ചാൽ മതി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ. ഇനി മൂന്നാമത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം.
ഇഫ് ടു എലമെൻറ്റ്സ് കമ്പൈൻസ് ടുഗദർ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ടു ഓർ മോർ ദാൻ ടു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ദ എലമെൻറ്റ് വിത്ത് ഡിഫറൻറ്റ് മാസ് വിച്ച് കമ്പൈൻസ് വിത്ത് എ ഫിക്സഡ് മാസ് ഓൾവേസ് ബെയർ എ സിമ്പിൾ റേഷ്യോ. രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു, രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളിൽ ഡിഫറൻറ്റ് മാസ് പൊസസ് ചെയ്യുന്ന എലമെൻറ്റുകളുടെ മാസുകളുടെ റേഷ്യോ എപ്പോഴും സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്യിപ്പിക്കുക, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. ഇവർ കമ്പൈൻ ചെയ്ത് രണ്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. ഏതൊക്കെ കോമ്പൗണ്ടുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? വാട്ടറും ഫോം ചെയ്യാം, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഫോം ചെയ്യാമല്ലോ. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളിൽ ഡിഫറൻറ്റ് മാസ് പൊസസ് ചെയ്യുന്ന എലമെൻറ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കും. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 2 ആണ്, ഓക്സിജൻ ആണെങ്കിൽ 16 ആണ് മാസ് വരുന്നത്. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ്രജൻ 2, ഓക്സിജൻ 32. ഇനി നിങ്ങൾ അതിൽ ആ ഡിഫറൻറ്റ് മാസ് വരുന്ന എലമെൻറ്റുകൾ ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഓക്സിജൻ അല്ലേ ഡിഫറൻറ്റ് മാസ് വരുന്നത്, കാരണം ഇവിടെ ഓക്സിജൻ 16 ആണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ മാസ് എത്ര ടോട്ടൽ വന്നേക്കുന്നത്? 32 ആണ്. അപ്പോൾ ആ ഡിഫറൻറ്റ് മാസ് പൊസസ് ചെയ്യുന്ന എലമെൻറ്റുകളുടെ മാസുകളുടെ റേഷ്യോ സിമ്പിളാണോ? 1:2, 1:2, 2:3 അങ്ങനെ സിമ്പിൾ റേഷ്യോയിലാണോ വന്നിരിക്കുന്നത്? അവൻ എന്തായിരിക്കും? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ടുകളായിരിക്കും. അപ്പോൾ ഇവിടെ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? സാറേ ആ രണ്ട് കോമ്പൗണ്ടുകളും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒബേ ചെയ്യുന്നതാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. മൂന്നാമത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയത്തിലേക്ക്, അല്ലെങ്കിൽ നാലാമത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയത്തിലേക്ക് പോവുകയാണെങ്കിൽ കോൺസെപ്റ്റ് ഇതേ ഉള്ളൂ. ഗ്യാസസ് റിയാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ എ സിമ്പിൾ റേഷ്യോ ഓഫ് ദർ വോളിയം. If product are also in gaseous state, then volume of product are also bear a simple ratio with the volume of reactant. അതായത് രണ്ട് ഗേഷ്യസ് കോമ്പണൻറ്റുകൾ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുവാണെങ്കിൽ ആ ഗേഷ്യസ് കോമ്പണൻറ്റുകൾ കമ്പൈൻ ചെയ്യുന്ന എപ്പോഴും അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോയിലായിരിക്കും എന്ന കോൺസെപ്റ്റ് മാത്രം ഓർത്തുവെച്ചാൽ മതി. പ്രൊഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വോളിയം സിമ്പിൾ റേഷ്യോയിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാനിവിടെ നോക്കിക്കേടാ, എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl എന്ന് പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യുക. 3 ഗ്യാസാണ്. അങ്ങനെയാണെങ്കിൽ അവർ കമ്പൈൻ ചെയ്യുന്ന എപ്പോഴും അവരുടെ വോളിയത്തിൻ്റെ സിമ്പിൾ റേഷ്യോയിലായിരിക്കും. അതായത് നിങ്ങൾ ഇതിൻ്റെ ജസ്റ്റ് ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു വോളിയം ഹൈഡ്രജൻ മോളിക്യൂൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വോളിയം ക്ലോറിൻ മോളിക്യൂൾ ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്? ഒരു വോളിയം. എത്ര വോളിയം HCl ഫോം ചെയ്യും? 2 വോളിയം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എത്രയാണ് വരുന്നത്? 1:1:2 അല്ലേ? ഇതേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ലോയും ഓർത്തിരുന്നല്ലോ. ഇനി അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് അവഗാഡ്രോസ് ലോയ. ഇതിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ തിയററ്റിക്കൽ ആയിക്കോട്ടെ ന്യൂമറിക്കൽ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്നാമത്തെ കാര്യം, ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഗ്യാസിൻ്റെ കേസിൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? മോളിക്യൂൾസ് ആയിരിക്കണം, ആറ്റംസ് അല്ല. In the case of gas, the smallest particle that can take part in a chemical reaction is molecules. ആറ്റംസ് ആയിരിക്കത്തില്ല. രണ്ടാമത് നമ്മൾ ആ ലോയാണ് ഓർക്കേണ്ടത്. ബേസ്ഡ് ഓൺ ദിസ് അവഗാഡ്രോസ് put forward a law called as, or he put forward a generalization called as Avogadro's law. According to Avogadro's law, equal volume of all gases consist of equal number of moles. ഒരേ വോളിയം ഉള്ള പല ഗ്യാസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇത് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് എടുത്താലും 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും 1 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിലും 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിലുള്ള ഹൈഡ്രജൻ മോളിക്യൂളുകളുടെ എണ്ണം 100 ആണെങ്കിൽ 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസിലുള്ള ക്ലോറിൻ മോളിക്യൂളുകളുടെ എണ്ണം എന്ത് തന്നെ ആയിരിക്കണം? 100 ആയിരിക്കണം. 1 ലിറ്റർ ഓക്സിജൻ ഗ്യാസിലുള്ള ഓക്സിജൻ മോളിക്യൂളുകളുടെ എണ്ണവും 100 തന്നെ ആയിരിക്കും. അതായത് ഈ 3 ഇടത്തും ഹൈഡ്രജൻ ക്ലോറിൻ ഓക്സിജൻ ഗ്യാസിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം സെയിം ആണ്. എപ്പോഴും ഈ 3 പേരും ഒരേ വോളിയമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ. ആ ഒരൊറ്റ കോൺസെപ്റ്റാണ് അവഗാഡ്രോസ് ലോയിൽ ഓർക്കേണ്ടത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മോളിക്യൂൾസ് ആയിരിക്കണം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. അത് കൃത്യമായിട്ട് ഇതിൻ്റെ ആ പോസ്റ്റ്ലേറ്റ് ഓർത്തിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, നോട്ട് കറക്റ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ. ആ പാറ്റേണിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. All atoms of given elements are identical properties including identical mass. Atoms of different elements are different in all aspects. Different size, different shape, different mass. Okay.
നാലാമത്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻസ് ടുഗദർ ഇൻ എ ഫിക്സഡ് റേഷ്യോ. കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ്, 6ഉം ഓർത്തിരുന്നോണം. ഓക്കെ, ഇനി ശരിക്കും നമ്മുടെ ബേസിക് കോൺസെപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനുകളിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലാർ മാസ്. Atomic mass is the number of times atom of an element is heavier than 1/12th mass of carbon 12 isotope. Atomic mass of an element means it is the number of times atom of an element ഈസ് ഹെവിയർ ദാൻ 1/12th മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12th ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ്റം എത്ര ടൈംസ് ആണോ ഹെവിയർ, ആ നമ്പർ ഓഫ് ടൈംസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഡെഫിനിഷൻസ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ആപ്പിൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ടുണ്ടല്ലോടാ, ആപ്പിൾ ഞാനത് 12 പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ഈ ആപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ 12 ഐസോട്ടോപ്പാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമ്മളത് മനസ്സിലുണ്ടാകേണ്ടതാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആപ്പിൾ കാർബൺ 12, അതിനെ ഞാൻ 12 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിലെ ഒരു പീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കാർബൺ 12 ഐസോട്ടോപ്പ്. നോക്കിക്കേ, 1/12th കാർബൺ 12 ഐസോട്ടോപ്പ്. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 1/12th കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസ് 12 ഉള്ള കാർബൺ എന്നേ മീനിങ് ഉള്ളൂ. കാർബൺ 12 ഐസോട്ടോപ്പ്. ഇതിൻ്റെ മാസ്സായിട്ട് ഞാൻ ഒരു ആറ്റം കമ്പയർ ചെയ്യുമ്പോൾ ആ ആറ്റം എത്ര ടൈംസ് ആണോ ഹെവിയർ. ഞാനൊരു ആറ്റമാണ്, ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ തന്നെ കമ്പയർ ചെയ്തു ഈ ആപ്പിൾ പീസിൻ്റെ മാസ്സായിട്ട്. അപ്പോൾ നമ്മൾ 2 ടൈംസ് ഈ ആപ്പിൾ പീസിനേക്കാളും ഹെവിയറാണ് എങ്കിൽ നമ്മുടെ അറ്റോമിക് മാസ് എത്രയാണ്? 2. ആ നമ്പർ ഓഫ് ടൈംസ് ഓർക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനേക്കാളും ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഹെവിയർ ആണെങ്കിൽ നമ്മുടെ അറ്റോമിക് മാസ് എന്തായിരിക്കും? 3 അല്ലെങ്കിൽ 5 ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ നമ്പർ ഓഫ് ടൈംസ് ആണ് അറ്റോമിക് മാസ്. അപ്പോൾ അവിടെ ആ ഡെഫിനിഷൻ ഓർക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് എന്താണെന്ന് അറിയാം. ഈ അറ്റോമിക് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് AMU എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം 1 ടൈം ഹെവിയർ ആണ്, 1 എന്നറിയാം. അപ്പോൾ അത് പറയേണ്ടത് എന്തായിരിക്കണം? 1 AMU. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു ഹൈഡ്രജൻ ആറ്റമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ആണ് 1 AMU. അതുപോലെ തന്നെ അറ്റോമിക് മാസ് ഓഫ് 1 ഹീലിയം ആറ്റം, ഒരു ഹീലിയം ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 AMU. അറ്റോമിക് മാസ് ഓഫ് 1 ഒരൊറ്റ നൈട്രജൻ ആറ്റമാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്, അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 AMU. അതുപോലെ തന്നെ മോളിക്കുലാർ മാസ് ആണ് എടുക്കുന്നതെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം കൂടുന്നതല്ലേ ഒരു മോളിക്കൂൾ, ഹൈഡ്രജൻ മോളിക്കൂൾ. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 2 AMU. അതുപോലെ തന്നെ മോളിക്കുലാർ മാസ് ഓഫ് 1 നൈട്രജൻ മോളിക്കൂൾ എന്ന് പറയുന്നത് എത്ര വരും? 28 AMU. ഇങ്ങനെ വേണം മോളിക്കുലാർ മാസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി. ഇതിലെല്ലാം ഞാൻ 1 എടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഞാൻ ഇതിൽ തന്നെയുള്ള ഗ്രാം അറ്റോമിക് മാസിലേക്ക് പോവുകയാണ്. ഗ്രാം അറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് GAM, ഗ്രാം അറ്റോമിക് മാസ്. ജാം എന്നൊക്കെ ഓർത്താൽ മതി. ഓക്കെ, gram atomic mass means it is a numerical value of atomic mass expressed in gram. അതായത് അറ്റോമിക് മാസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താണ് ഗ്രാം അറ്റോമിക് മാസ്. നിങ്ങൾ ജസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ഓർത്ത് നോക്കിക്കുക. നിങ്ങൾ എന്നോട് പറയും സാറേ 1 AMU എന്ന് പറയും. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 1. ആ 1 ഗ്രാമിൽ എഴുതുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഹീലിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? സാറേ അതിൻ്റെ അറ്റോമിക് മാസ് 4. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 4 ഗ്രാം ആയിരിക്കണമല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസിലുള്ള അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എവരി എലമെന്റ് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അതായത് ഒരാറ്റം അല്ല ഗ്രാം അറ്റോമിക് മാസിലുള്ളത്, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. Therefore, gram atomic mass is the mass of Avogadro number of atoms. അതാണ് ആ വ്യത്യാസം. ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ എന്തായിരിക്കണം ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത്? സാറ് ഇതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് 4 ഗ്രാം ഹീലിയം ആറ്റം തന്നു. അത് ഹീലിയത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്നത് നോക്കി നിങ്ങൾ എന്തായിരിക്കണം എന്നോട് പറയേണ്ടത്? സാറേ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 ഗ്രാം ഹീലിയം ആറ്റമാണ് എന്ന് പറഞ്ഞാൽ എത്ര ഹീലിയം ആറ്റംസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് ഉണ്ട്. ഈ ഒരൊറ്റ കാര്യം നമ്മുടെ ഗ്രാം അറ്റോമിക് മാസിൽ ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളിത് എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 ഗ്രാം ആണ്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ആറ്റം 4 ഗ്രാം ആണ്. ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത് 14 ഗ്രാം ആണ്. എല്ലാം അറ്റോമിക് മാസ് ഗ്രാമിൽ എഴുതി.
ആ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇനി ഗ്രാം മോളിക്കുലാർ മാസിലേക്ക് പോവുകയാണെങ്കിൽ GMMലേക്ക് പോവുകയാണെങ്കിൽ ഇത് മോളിക്കുലാർ മാസിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ന്യൂമറിക്കൽ വാല്യൂ ഓഫ് മോളിക്കുലാർ മാസ് ഇൻ ഗ്രാം ആണ്. ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് എവരി എലമെൻറ്റ് എവരി സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസ്. ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ദ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസ്. നമ്മൾ നേരത്തെ ഗ്രാം അറ്റോമിക് മാസിൽ പറഞ്ഞതുപോലെ തന്നെ ഓർക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളുകളും നമ്മുടെ മനസ്സിൽ വന്നു. മോളിക്കുലാർ മാസ് എങ്ങനെ കൊടുത്തു? നമ്മൾ ഗ്രാമിൽ കൊടുത്തു. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോൾ കോൺസെപ്റ്റ്. ഇത് മോൾ കോൺസെപ്റ്റ് ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ടൈം നമ്മൾ കൃത്യം മാനേജ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും നമ്മൾ പോകണ്ട. ഞാൻ ഈ ഒരു കാര്യം മാത്രം നമ്മുടെ മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഓർത്ത് വെച്ചാൽ മതി. 1 മോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറുപടി എന്തായിരിക്കണം? അറ്റോമിക് ഫോമിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ, അതായത് ആറ്റമായിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി നിൽക്കേണ്ടത്. സാറേ അത് ഗ്രാം അറ്റോമിക് മാസാണ്, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അതിലുണ്ടായിരിക്കും. ഇനി മോളിക്കുലായിട്ടാണ് ഒരാൾ തന്നിരിക്കുന്നതെങ്കിൽ ഒരു മോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ മിന്നി നിൽക്കേണ്ടത്. എന്താണ്? സാറേ അത് ഗ്രാം മോളിക്കുലാർ മാസാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ ഇഫ് ഇറ്റ് ഈസ് എ ഗേഷ്യസ് സബ്സ്റ്റൻസ്. സാറ് തന്നിരിക്കുന്നത് ഒരു മോള് ഗ്യാസ് ആണെങ്കിൽ എനിക്ക് 3 കാര്യങ്ങൾ പറയാം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസ്, വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ആറ്റമാണോ മോളിക്കുളാണോ എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു മോള് എന്താണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. മാസ് ഓഫ് 1 ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്, മാസ് ഓഫ് 1 മോളിക്കുൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മാസ് ഓഫ് 1 ആറ്റം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രാം അറ്റോമിക് മാസിനെ നമ്മൾ ഏതും കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി? അവഗാഡ്രോ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6.02 × 10⁻23. മാസ് ഓഫ് 1 മോളിക്കുൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രാം മോളിക്കുലാർ മാസിനെ ആയിരിക്കണം നമ്മൾ ആരെയും കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? അവഗാഡ്രോ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 രീതിയിൽ നമ്മളോട് ചോദിക്കാം. നമ്പർ ഓഫ് മോൾസിനെ ഗിവൺ മാസ് ഓഫ് ആൻ എലമെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസിനെ ഗിവൺ മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, എലമെൻ്റ് മാറി സബ്സ്റ്റൻസ് വരികയാണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഇൻ എ ഗിവൺ വോളിയം ആണെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗിവൺ വോളിയം ലിറ്ററിലാണെങ്കിൽ, മില്ലി ലിറ്റർ ആണെങ്കിൽ 22,400 മില്ലി ലിറ്റർ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി ഡിവൈഷൻ നടത്തേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൽ മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, നമ്പർ ഓഫ് മോളിക്കുൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. അറ്റോമിസിറ്റി. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഓക്കെ ആണല്ലോ. നമ്പർ ഓഫ് മോളിക്കുൾസ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അറ്റോമിസിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അവഗാഡ്രോ നമ്പർ. ഓക്കെ, ഇത്ര ഓർത്തിരിക്കുമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്തേ. The mass of 3.01 into 10⁻24 atoms of a triatomic gas is given as 80 gram. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എടാ നമുക്ക് മാസ് ഓഫ് 3.01 into 10⁻24 ആറ്റംസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് തന്നിട്ടുണ്ട്. ട്രൈ അറ്റോമിക് ഗ്യാസ് അറ്റോമിസിറ്റിയും തന്നിട്ടുണ്ട്. അറ്റോമിസിറ്റി ട്രൈ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് അറ്റോമിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 3 അല്ലേ? ഗിവൺ മാസും ഉണ്ട്. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല എടുക്കേണ്ടത്? സാറേ അവിടെ അറ്റോമിസിറ്റി ഉണ്ട്, നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. അറ്റോമിസിറ്റി നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എടുക്കത്തില്ലേ? നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ഉള്ളത് കൊണ്ട് നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ആണല്ലോ.
നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി എന്ന ഇക്വേഷൻ എടുത്ത് ഇതിൽ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നു? ഗിവൺ മാസ് അല്ലേ, ഇക്വേഷൻ അങ്ങനെ വന്നു, ഗിവൺ മാസ്. നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതിക്കുക, ഗിവൺ മാസ്. ഓക്കെ, ഗ്രാം മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഓക്കെ ആണല്ലോ, ഗിവൺ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി 3 എന്ന് ഞാൻ കൊടുത്തേക്കാം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആറ്റംസ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഗിവൺ മാസ് നമുക്ക് തന്നിരിക്കുന്നത് 80 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6 ഇൻറ്റു 10⁻23 എന്ന് കൊടുത്താൽ മതി, ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആറ്റം 3.01 എന്നുള്ളത് 3 ഇൻറ്റു 10⁻24 എന്ന് ഞാൻ കൊടുത്തേക്കുന്നു. നോക്കിക്കേടാ, ജസ്റ്റ് വാല്യൂ സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞത് ആ ഇക്വേഷനിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 ലിറ്റർ ഓഫ് C2H6. C2H6 എന്ന് പറയുന്നത് ആരാണ്? ഈഥൈന്. 1 ലിറ്റർ ഈഥൈൻ കമ്പഷൻ നടത്താൻ വേണ്ടി എത്ര വോളിയം ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്തേക്കുക, നമുക്ക് ആ റിയാക്ഷൻ നമ്മൾ എഴുതി നോക്കുക. C2H6 പ്ലസ് ഓക്സിജൻ ടു ഗീവ് പ്രൊഡക്റ്റ് ഏതാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും. കാരണം ഏതൊരു ഹൈഡ്രോ കാർബണും കമ്പഷൻ നടത്തിയിട്ടുണ്ടോ പ്രൊഡക്റ്റ് നമുക്ക് ഏതായിരിക്കും? കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോടാ. അപ്പോൾ ഇനി ബാലൻസ് ചെയ്യുന്നു. C2H6 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബാലൻസ് ചെയ്യുമോ ഇവനെ ബാലൻസ് ചെയ്യുമ്പോൾ എനിക്കറിയാം 2 കാർബൺ ഡയോക്സൈഡ് വേണം, 6 ഹൈഡ്രജനും വേണം. ഓക്സിജൻ എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു 2 4, 4 + 3 7. അപ്പോൾ ഇവിടെ 7/2 ഓക്സിജനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വോളിയം ഈഥൈൻ ആണെങ്കിൽ 7/2 വോളിയം ഓക്സിജനാണ് കമ്പൈൻ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഈഥൈൻ ആണെങ്കിൽ 7/2 ലിറ്റർ ഓക്സിജനാണ് വേണ്ടത്. ആൻസർ ആയില്ലടാ. ഒരു വോളിയം ഈഥൈൻ എടുത്തിട്ടുണ്ടോ 7/2 വോളിയം ഈഥൈൻ ആയിരിക്കും അല്ലെങ്കിൽ ഓക്സിജൻ ആയിരിക്കണം നമുക്ക് വേണ്ടത്. 7/2 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3.5 ലിറ്റർ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. Limiting reagent means the reactant which is completely or entirely consumed during a chemical reaction. നമുക്ക് മുന്നിലേക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു. ആ കെമിക്കൽ റിയാക്ഷനിൽ ഏത് റിയാക്റ്റൻ്റ് ആണോ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് കൺസ്യൂം ചെയ്യുന്നത് ആ റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ലിമിറ്റിംഗ് റിയാജൻറ്റ്. രണ്ടാമത്തെ ആളെ, അതായത് റിയാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സസ് റിയാജൻറ്റ്. ഇവിടെ ആ ലിമിറ്റിംഗ് റിയാജൻറ്റിൻ്റെ കോൺസെപ്റ്റാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടാകേണ്ടത്. ലിമിറ്റിംഗ് റിയാജൻറ്റ് ഡിറ്റർമിൻസ് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ എ റിയാക്ഷൻ. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ 2 റിയാക്റ്റൻറ്റുകളുടെ വാല്യൂ തന്നിട്ട് ഡാറ്റ തന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ 2 റിയാക്റ്റൻറ്റിൽ റിയാക്റ്റൻ്റ് ആണോ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ട് ഇതിലൊരു ഷോർട്ട് ആയിട്ടുള്ളൊരു മെത്തേഡ്, അതായത് പെട്ടെന്ന് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഈ 2 റിയാക്റ്റൻറ്റുകളുടെ വാല്യൂ തന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് മെത്തേഡ്. ഈ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ മെത്തേഡിൽ ഞാൻ ഈ ഒരു സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ നോക്കുക. എന്നിട്ട് ആ കെമിക്കൽ റിയാക്ഷനിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 4 കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പറ്റുന്നുണ്ടോ നമുക്കതിലെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഈ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ നിങ്ങളെ കൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്പർ ഓഫ് മോളിക്യൂൾസ് പറയാൻ പറ്റുന്നുണ്ടോ, വോളിയം പറയാൻ പറ്റുന്നുണ്ടോ? ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ആൻസർ കിട്ടിയിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ ഗ്യാസാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾ പറ. 1 മോളാണെന്ന് നിങ്ങൾ ഒറ്റ വാക്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ പറയും. ഹൈഡ്രജനോ 3 മോളാണ്. ആ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് നോക്കിയാൽ മതി. അമോണിയയോ അത് 2 മോളാണ്. ഓക്കെ, ഇനി അതിൻ്റെ മാസ് എത്രയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്തേ.
നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 മോൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും എത്രയായിരിക്കും 28 ഗ്രാം. ഹൈഡ്രജൻ ആണെങ്കിൽ എത്രയായിരിക്കും അത് 3 × 2 ഗ്രാം, അതായത് 6 ഗ്രാം. അമോണിയ ആണെങ്കിൽ എത്ര വരുന്നത് 2 മോൾ ആയതുകൊണ്ട് 2 × 17 ഗ്രാം അല്ലേ. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ നോക്കുവാണെങ്കിലോ 1 മോൾ നൈട്രജൻ മോളിക്കൂൾ ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ആണെങ്കിൽ എത്രയായിരിക്കും 3 മോൾ ആയതുകൊണ്ട് 3 × അവഗാഡ്രോ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ അമോണിയ ആണെങ്കിൽ എത്രയായിരിക്കും വരുന്നത് 2 × അവഗാഡ്രോ നമ്പർ. ഇനി ഗ്യാസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ വോളിയം ആണെങ്കിലും നമുക്ക് എഴുതത്തില്ലടാ. വോളിയം നമ്മുടെ നൈട്രജൻ മോളിക്കൂളിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത് 1 മോൾ ആയതുകൊണ്ട് 22.4 ലിറ്റർ. ഹൈഡ്രജൻ ആയതുകൊണ്ട് 3 × 22.4 ലിറ്റർ. ഓക്കെ ആണല്ലോ. ഇനി അമോണിയ ആണെങ്കിൽ 2 മോൾ ആയതുകൊണ്ട് 2 × 22.4 ലിറ്റർ. ശരിയാണല്ലോടാ. ഓക്കെ. അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈ നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എടുക്കുക. 24 ഗ്രാം ഓഫ് കാർബൺ ഈസ് മിക്സ്ഡ് വിത്ത് 80 ഗ്രാം ഓഫ് ഓക്സിജൻ. ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ്. കാർബണും ഓക്സിജനുമാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്. കാർബണും ഓക്സിജനും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം കാർബൺ ഡയോക്സൈഡ് കിട്ടി. എനിക്ക് തന്നിരിക്കുന്നത് ഡാറ്റ എന്താ 24 ഗ്രാം കാർബൺ. ഓക്സിജൻ എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത് 80 ഗ്രാം. എനിക്ക് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 റിയാക്റ്റൻറ്റിൻ്റെ ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരാൾ ആരായിരിക്കണം ലിമിറ്റിംഗ് റിയാജൻറ്റ് ആയിരിക്കുമല്ലോ. ആ ലിമിറ്റിംഗ് റിയാജൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. ഈ തന്നിരിക്കുന്ന മാസില്ലടാ ഈ 24 ഗ്രാമില്ലേ, ഈ 24 ഗ്രാമിനെ നിങ്ങൾ എന്ത് ചെയ്യുക 1 മോൾ കാർബണിൻ്റെ മാസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു. ഓക്സിജൻ 80 ഗ്രാം, അതിന് ഏത് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു 1 മോൾ ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിലേതാണോ ഏറ്റവും ചെറുത് വരുന്നത് അതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആരാ ചെറുത് കാർബൺ അല്ലേ. അപ്പോൾ കാർബണാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്നിട്ട് ആ ലിമിറ്റിംഗ് റിയേജൻറ്റിൽ നിന്ന് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കുക. 1 മോൾ കാർബൺ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടണം 1 മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടണം. ശരിയാണല്ലോ. ഞാനിവിടെ 24 ഗ്രാം കാർബൺ അല്ല ഞാൻ എടുത്തിരിക്കുന്നത് ആണല്ലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 ഗ്രാം കാർബൺ എടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് ഞാനിത് ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നേ. ഇവിടെ നോക്കണം. 1 മോൾ കാർബൺ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് 1 മോൾ കാർബൺ ഡയോക്സൈഡാണ്. ഞാനിവിടെ 24 ഗ്രാം കാർബൺ ആണല്ലോ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം തന്നിരിക്കുന്നത്. 24 ഗ്രാം കാർബൺ എന്ന് പറയുന്നത് എത്രയാണ് 2 മോൾ കാർബൺ. 2 മോൾ കാർബൺ ആണെങ്കിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കണം 2 മോൾ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കണ്ടേ കിട്ടേണ്ടത്. 2 മോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ് 2 മോൾ കാർബൺ ഡയോക്സൈഡ് 2 × 44 ഗ്രാം അല്ലേ 88 ഗ്രാം അല്ലേ കിട്ടേണ്ടത്. ഓപ്ഷൻ ഉണ്ട് 88 ഗ്രാം ഇല്ല, 2 മോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതല്ലേ ആൻസർ വരുന്നത്. ഓക്കെ. ഇപ്പോൾ പിടികിട്ടിയല്ലോ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ. അതിൽ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ആ ഫോർമുല മാത്രം ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു പാർട്ടാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് റിലേറ്റീവ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്കുലർ. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n × എംപിരിക്കൽ ഫോർമുല. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുലയിലുള്ള 5 സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് മാസ് പേഴ്സൻറ്റേജ് ടു ഗ്രാം. രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് സിംപ്ലസ്റ്റ് റിലേറ്റീവ് മോളാർ റേഷ്യോ. അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. സിംപ്ലസ്റ്റ് റിലേറ്റീവ് മോളാർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനെ അതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ചായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. നാലാമത്തെ സ്റ്റെപ്പ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. അഞ്ചാമത്തെ സ്റ്റെപ്പ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. ഓർഗാനിക് കോമ്പൗണ്ടിൽ 3 ആൾക്കാരുണ്ട്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്.
ഇറ്റ്സ് എലമെൻ്റൽ അനാലിസിസ് ഗിവ് കാർബൺ ഈസ് 40%, ഹൈഡ്രജൻ ഈസ് 6.67% ആൻഡ് റിമൈനിങ് ഈസ് ഓക്സിജൻ. ഏകദേശം 53.33% ഓക്സിജനും വന്നു. ഫൈൻഡ് ഔട്ട് ദി എംപിരിക്കൽ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതായത് നമുക്ക് ആദ്യം എലമെൻ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണെന്നറിയാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പേഴ്സൻറ്റേജിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാർബൺ തന്നിരിക്കുന്നത് 40% ആയതുകൊണ്ട് 4 ഗ്രാം, ഹൈഡ്രജൻ 6.67% ആണ്, 6.67 ഗ്രാമിലേക്ക് മാറ്റി നമ്മൾ. ഓക്സിജൻ 53.3 ആയതുകൊണ്ട് 53.3 ഗ്രാം എന്ന് എഴുതി. എന്നിട്ട് ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന ഗിവൺ മാസിനെ ഗ്രാം അറ്റോമിക് മാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു 3.33. ഇത് 6.67 ഡിവൈഡഡ് ബൈ 1 അല്ലേ, അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസാണ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ വരുമ്പോഴും 3.33 തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. എന്നിട്ട് സിംപിളസ്റ്റ് റിലേറ്റീവ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, ഈ കിട്ടിയിരിക്കുന്ന ഈ നമ്പർ ഓഫ് മോൾസ് ഇല്ലടാ, ഈ നമ്പർ ഓഫ് മോൾസിലെ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 പേരെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യേണ്ടത് ഈ 3.33 അല്ലേ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾ, ഏറ്റവും ചെറുത്, അത് ഉപയോഗിച്ച് ഈ 3 പേരെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്, ആദ്യത്തെ കേസിൽ 1, രണ്ടാമത്തെ കേസിൽ 2, 1, ഹോൾ നമ്പറും അത് തന്നെയല്ലേ. ഇതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല വരുന്നത്. റേഷ്യോ വരുന്നത് ഏതാണ്, 1:2:1, അതായത് കാർബൺ, ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നു, CH2O. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ നിങ്ങൾ. അങ്ങനെ CH2 എന്ന് കൊടുത്തിട്ടില്ല, H2CO എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യത്തില്ലേ, H2CO. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി N ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്താൽ മതി. N എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം, മോളിക്കുലാർ ഫോർമുല മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റെപ്പ് ഓർത്തിരിക്കുമല്ലോ. ഇനി നമ്മുടെ ഈ ഫൈനൽ കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് അവർ ബേസിക് കോൺസെപ്റ്റിലുള്ള ഏറ്റവും അവസാനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ സൊല്യൂഷൻസിൽ ആദ്യം കണ്ടതാണ് മെത്തേഡ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ മെത്തേഡ്. കോൺസെൻട്രേഷൻസ് മാസ് പെർസെൻറ്റേജ് ഉണ്ട്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, നോർമാലിറ്റി. ഇതിലെ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, സൊല്യൂഷൻസിൽ നിന്ന് മാറി ഇതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്സും ഉണ്ട്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡും ഉണ്ട്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ് മീൻസ് വോളിയം ടൈം വരുന്നതെല്ലാം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റാണ്, അല്ലാത്തതെല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മാസ് പെർസെൻറ്റേജ് വോളിയം ഇല്ലല്ലോ, അപ്പോൾ ഇവൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് അല്ല, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റാണ്, ഇന്നും നമുക്ക് കൊടുക്കാം. അടുത്ത മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഡിപ്പെൻഡ് അല്ലേ, ഡിപ്പെൻഡാണ്. വോളിയം പെർസെൻറ്റേജ് ഡിപ്പെൻഡാണ്, കാരണം വോളിയത്തിന് ടൈം ഉണ്ട്. മോൾ ഫ്രാക്ഷൻ ഇൻഡിപെൻഡൻറ്റാണ്, മൊളാലിറ്റി ഇൻഡിപെൻഡൻറ്റാണ്, മൊളാരിറ്റി ഡിപ്പെൻഡാണ്, നോർമാലിറ്റിയും വോളിയത്തിന് ടൈം ഉള്ളതാണ്, ഡിപ്പെൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഡിപ്പെൻഡ് അല്ലാത്തത് ഡിപ്പെൻഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിപ്പെൻഡ് അല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാം. ഡിപ്പെൻഡ് ചെയ്യുന്നതായതാണ് ഒറ്റ വാക്കിൽ മൊളാരിറ്റിയാണ്, ബാക്കിയൊന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതിലെ കോൺസെപ്റ്റുകളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളും വരാം, അതുപോലെ തന്നെ ന്യൂമറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം, തിയററ്റിക്കലും വരാം, ന്യൂമറിക്കലും വരാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി അടുത്ത ചാപ്റ്റർ ഇതേപോലെ ഒന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആ ഒരു പാർട്ട് ഞാനൊന്ന് മാറ്റി നിർത്തുകയാണ്. ശരിക്കും അത് നമ്മുടെ സിലബസ് പ്രകാരം, നമുക്ക് നീറ്റിലെ സിലബസ് പ്രകാരം ഇല്ലാത്തൊരു പോർഷൻ ആണെങ്കിലും NCERT വൈസ് നിങ്ങളൊന്ന് വായിച്ചിട്ടായിരിക്കണം എക്സാമിന് വേണ്ടി നിങ്ങളൊന്ന് വരേണ്ടത്. ഓക്കെ, നമ്മുടെ ആ കാഥോഡ് റേ ട്യൂബ്, അതുപോലെ തന്നെ ആനോഡ് റേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വായിച്ചിരിക്കണം. റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, J.J. തോംസൺ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഞാൻ ശരിക്കും ക്ലാസ് തുടങ്ങുന്നത് നമ്മുടെ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നാണ്. ഈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട എത്രേ കാര്യമുള്ളൂ, ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ വേവ് നേച്ചറാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ വേവ് നമ്പർ കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ ഇതിൻ്റെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് വരുന്നുള്ളൂ. വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്, ലാംഡ ഈസ് ഈക്വൽ ടു വെലോസിറ്റി C/ν.
ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, വാക്വത്തിലാണെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. മറ്റൊന്നും അവിടെ ചിന്തിക്കാനില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന് ഫ്രീക്വൻസി വരുവാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീക്വൻസി എഴുതാവുന്നതേ ഉള്ളൂ. ന്യൂ ഈസ് ഈക്വൽ ടു c/λ. അതുപോലെ തന്നെ വെലോസിറ്റി ആണെങ്കിൽ c ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. വേവ് നമ്പർ റെപ്രസെൻറ്റഡ് ആസ് ന്യൂ ബാർ ആണെങ്കിൽ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്നുള്ളത് മാത്രമേ ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആവശ്യമുള്ളൂ, ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ട് നിങ്ങളെ കൊണ്ട് 100% നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ സാധിച്ചിരിക്കും. ആ ഫോർമുലകൾ മാത്രം അവിടെ ഓർത്തിരിക്കുക. അടുത്തത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഇതിൽ പ്രധാനപ്പെട്ടതാണ്, സാധ്യത വളരെ കൂടുതലുള്ളതാണ്. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതിൻ്റെ ജസ്റ്റ് തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. റേഡിയൻ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ആസ് കോണ്ട. ഈച്ച് കോണ്ട ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഇൻ ദ കേസ് ഓഫ് വിസിബിൾ ലൈറ്റ് ദിസ് കോണ്ട ഈസ് കോൾഡ് ആസ് ഫോട്ടോൺസ്. അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ചെറിയ ചെറിയ എനർജി പാക്കറ്റുകളായിട്ടാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത്. ഇത് എമൗണ്ട് ഓഫ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കോണ്ട ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതായത് ഇതിലുള്ള ഓരോ പാക്കറ്റിലുമുള്ള എനർജി എന്ന് പറയുന്നത് ആർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് നമുക്ക് എഴുതാം. എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. വാല്യൂ ഈസ് 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. പക്ഷേ എപ്പോഴും നമുക്കൊരു തെറ്റ് വരാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇത് ഈ എനർജിയുടെ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ മാത്രമേ യൂണിറ്റ് ജൂൾ സെക്കൻഡ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇനിയൊരു പക്ഷേ അത് നമ്മൾ മറ്റ് റിലേഷൻഷിപ്പിൽ മാസ് വരുന്ന റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ടേക്കൺ ആസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻⁻1). ഓക്കെ, അപ്പോൾ അവിടെ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളത് നമുക്ക് വീണ്ടും ഇങ്ങനെയും കൂടെ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു hc/λ എന്നും എഴുതാം. അപ്പോൾ ഇത് ഒരു പാക്കറ്റിൻ്റെ എനർജിയാണ്. പക്ഷേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റായിട്ടല്ലല്ലോടാ, പല പല പാക്കറ്റായിട്ടല്ലേ എമിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പാക്കറ്റ് അല്ല ഉള്ളത്, കുറേയധികം പാക്കറ്റുകളുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എനർജി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു NH ന്യൂ എന്നായിരിക്കണം, അല്ലെങ്കിൽ NHc/λ ആയിരിക്കണം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാക്കറ്റ് എന്ന് പറയുന്നത് ആരാ? കോണ്ടയല്ലേ, അല്ലെങ്കിൽ ഫോട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോഴുള്ള ഇക്വേഷനാണ്. hc/λ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എച്ച് ന്യൂ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ എനർജി ഓർ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ്. നമ്മുടെ മുൻപിൽ ഒരു മെറ്റൽ പ്ലേറ്റ് കിടക്കും, അതിൽ സ്യൂട്ടബിൾ എനർജി ഉള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിനേനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അതിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജീനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി അഥവാ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. If the incident radiation have an energy greater than threshold energy, then excess energy is taken up by the ejected electron as their kinetic energy. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കുക, നമ്മളിവിടെ നിന്ന് തെറിച്ച് മാറ്റാൻ അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇടിച്ച് മാറ്റാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മിനിമം എനർജി എന്ന് പറയുന്നത് 50 കിലോ ജൂളാണ്. നമ്മൾ ഇടിക്കുന്നത് 200 കിലോ ജൂൾ എനർജി വെച്ചാണ് ഇടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 200 കിലോ ജൂളിൽ നിന്ന് 50 കിലോ ജൂൾ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോകാൻ ഉപയോഗിച്ചു. ബാക്കി 150 കിലോ ജൂൾ എന്തായിരിക്കും? നമ്മൾ പോകുന്നതിൻ്റെ കൈനറ്റിക് എനർജി ആയിരിക്കത്തില്ലേ? അപ്പം ഇ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, നമ്മൾ ഇടിച്ച എനർജി. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വേണ്ട എനർജി.
കെ ഇ എന്ന് പറയുന്നത് നമ്മൾ തെറിച്ച് പോകുമ്പോഴുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ ഈ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു E0 പ്ലസ് കൈനറ്റിക് എനർജി. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിനിമം, നമ്മളെ ഇവിടെ നിന്ന് തെറിച്ച് അല്ലെങ്കിൽ ഇടിച്ച് മാറ്റാൻ വേണ്ടി വേണ്ട മിനിമം എനർജി. ഓക്കെ. പിന്നെ ഓർക്കേണ്ടത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കഴിഞ്ഞാൽ അതേപോലെ ഓർക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം 5 എണ്ണമാണ്. ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. അതിൽ ലൈമൺ സീരീസ് ലോവർ എനർജി ലെവൽ N1, ഹയർ എനർജി ലെവൽ N2. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, ലൈമൺ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലും അതുപോലെ തന്നെ ബാൽമർ സീരീസ് വിസിബിൾ റീജിയനിലും. ബാക്കിയുള്ള ആൾക്കാരെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻഫ്രാറെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എനർജി ലെവലുകളും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഫോർമുല റിഡ്ബർഗ് ഫോർമുലയാണ്. റിഡ്ബർഗ് ഫോർമുല പ്രകാരം 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ. N1 എന്ന് പറയുന്നത് ലോവർ എനർജി ലെവലും N2 എന്ന് പറയുന്നത് ഹയർ എനർജി ലെവലും, Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. RH എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് 109,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുമല്ലോ. അതുപോലെ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഫോർമുല λ ഈസ് ഈക്വൽ ടു N1 സ്ക്വയർ ഡിവൈഡഡ് ബൈ RH ഇൻറ്റു Z സ്ക്വയർ. ഓർത്ത് വെച്ചോണം കേട്ടോ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ലൈനിൻ്റെ വേവ് ലെങ്തിനെയാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതുപോലെ ലൈൻ ഓഫ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ റിഡ്ബർഗ് ഫോർമുല തന്നെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ലൈൻ മീൻസ് ഫസ്റ്റ് ലൈൻ ഇൻ ഈച്ച് സീരീസ്. 1/λ ഈസ് ഈക്വൽ ടു 1/λ RH ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ. മാറ്റമൊന്നുമില്ല. സീരീസ് ലിമിറ്റ് അഥവാ ലിമിറ്റിംഗ് ലൈനിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഏത് ഉപയോഗിച്ചാൽ മതി? N1 സ്ക്വയർ ഡിവൈഡഡ് ബൈ RH ഇൻറ്റു Z സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ RH ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ തന്നെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ സ്പെക്ട്രൽ ലൈനുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ N2 മൈനസ് N1 ഇൻറ്റു N2 മൈനസ് N1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ബോർ മോഡൽ ഓഫ് ആറ്റം അനുസരിച്ച് നമുക്കറിയാം, ബോർ മോഡൽ ഓഫ് ആറ്റം പ്രകാരം ആറ്റംസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ് ആണ്. സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഓർബിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫോർമുല റേഡിയസ് ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു N സ്ക്വയർ ഡിവൈഡഡ് ബൈ Z. A0യുടെ വാല്യൂ ഓർത്തിരിക്കണം 0.529 ആണ് ക്വസ്റ്റ്യൻ NCERT ഉള്ളതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി 0.53 ആംസ്ട്രങ് എടുക്കാം, അല്ലെങ്കിൽ 53 പൈക്കോമീറ്റർ എടുക്കാം. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 2.2 ഇൻറ്റു 10⁻⁶ ഇൻറ്റു Z/N മീറ്റർ പെർ സെക്കൻഡ്. ഓർത്തിരിക്കുമല്ലോ ഇക്വേഷൻ. ഓക്കെ, ഇനി എനർജിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ആംഗുലാർ മൊമെൻറ്റം ആണെങ്കിൽ ഒരൊറ്റ ഇക്വേഷൻ, ആംഗുലാർ മൊമെൻറ്റം mvr ഈസ് ഈക്വൽ ടു nh/2π. സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, ഇനി അതേപോലെ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി -13.6 ഇൻറ്റു Z സ്ക്വയർ ബൈ N സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു Z സ്ക്വയർ ബൈ N സ്ക്വയർ ആണെങ്കിൽ ജൂൾ പെർ ആറ്റം. ഓക്കെ, -1312 ഇൻറ്റു Z സ്ക്വയർ ബൈ N സ്ക്വയർ ആണെങ്കിൽ യൂണിറ്റ് കിലോ ജൂൾ പെർ മോള്. യൂണിറ്റ് -313.6 ഇൻറ്റു Z സ്ക്വയർ ബൈ N സ്ക്വയർ ആണെങ്കിൽ
കിലോ കാലറി പെർ മോള്. ഓക്കെ, അപ്പോൾ ഇത് ആ ഇക്വേഷനിൽ നമ്മൾ യൂണിറ്റിനനുസരിച്ച് വേണം നമ്മൾ ഏത് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചാണ് z²/n² മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി. ആ ഒരൊറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അടുത്ത കോൺസെപ്റ്റ്, 3 ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/mv, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/√2m കൈനറ്റിക് എനർജി. ഓക്കെ, ഹേസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ ഒരു ഡി ബ്രോഗ്ലി വേവ് ലെങ്തും ആംഗുലാർ മൊമെൻറ്റവും തമ്മിലൊരു റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2πr റിലേഷൻഷിപ്പ് 2πr ഈസ് ഈക്വൽ ടു n ലാംഡ. അപ്പോൾ ഞാൻ ഈ തരുന്ന എല്ലാ റിലേഷൻഷിപ്പുകളാണ് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കണം. ഹേസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനും ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു h/4πm. ഇതെങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവോ ഈ പോയിന്റ്. ഇഫ് എ പാർട്ടിക്കിൾ വിത്ത് മാസ് 0.5 gram ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 200 m/s, ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് ദിസ് പാർട്ടിക്കിൾ. ഇക്വേഷൻ ഏത്? ലാംഡ ഈസ് ഈക്വൽ ടു h/mv ഉപയോഗിച്ചാൽ പോരെ. കാരണം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ലാംഡ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 6.626 ഇൻറ്റു 10⁻⁻34 യൂണിറ്റ് ഏതാ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു -1 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ് വരുന്നത്? 0.5 gram. അത് ഗ്രാമിൽ എടുക്കത്തില്ല കാരണം ന്യൂമറേറ്ററിൽ കിലോഗ്രാമാണ്. ഇപ്പോൾ 10⁻³ കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി 200 m/s. സോൾവ് ചെയ്യാമല്ലോ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ 2. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ലിഥിയം 2+. അതായത് ഫസ്റ്റ് ഓർബിറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നിരിക്കുന്നത്. ലിഥിയം 2+ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റേഡിയസ് ഉണ്ട്. റേഡിയസും ആംഗുലാർ വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻഷിപ്പ് എടുത്താൽ പോരെ. 2πr ഈസ് ഈക്വൽ ടു n ലാംഡ, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ n, അല്ലെങ്കിൽ 2πr എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? a0 ഇൻറ്റു n²/z എന്ന് എഴുതത്തില്ലേ? z ഇൻറ്റു n, എന്നും എന്നും കട്ടായിപ്പോയി. സോൾവ് ചെയ്യുമ്പോൾ ഹിയർ വി ഗെറ്റ് ദി ആൻസർ ആസ് 35.3π. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ന്യൂമറിക്കൽ കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന്. ഇനിയാണ് മറ്റൊരു തിയററ്റിക്കൽ ആസ്പെക്റ്റ്, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓർത്ത് പോകാവുന്നതേ ഉള്ളൂ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ 4 ക്വാണ്ടം നമ്പറുകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുദാൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ചുമ്മാ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ എനർജി ലെവൽ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. Azimuthal quantum number gives the information about the sub-energy level in which electrons are present. ഏത് സബ് എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത് എന്ന ഇൻഫർമേഷനാണ് അസിമുഥാൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണെങ്കിൽ ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ഓഫ് സബ്ഷെൽ, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ എ സബ്ഷെൽ. അതായത് നമുക്ക് തന്നിരിക്കുന്ന സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന ഇൻഫർമേഷനാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പർ ഗീവ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദി സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ, വെദർ ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഓർ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം ഒരു സ്പിന്ന് +1/2 ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അടുത്ത സ്പിൻ എന്തായിരിക്കണം? -1/2 ആയിരിക്കണം. അതുപോലെ ഈ ഒരു പാർട്ട് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചണം കേട്ടോ. നമ്പർ ഓഫ് സബ്ഷെൽസ് പ്രസൻറ്റ് ഇൻ ആൻ എന്ത് ഷെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ആൻ എന്ത് ഷെല്ല് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സബ്ഷെല്ലിലുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതിൽ തന്നെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പിന്നെ ഷേപ്പ് ഇതിൽ നമുക്ക് അത്ര പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്പെറിക്കലാണ്, പി ഓർബിറ്റലാണെങ്കിൽ ഡംബലാണ്, അത് PX PY PZ ഉണ്ട്. എം വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -1 +1 0.
അതുപോലെ ഡി ഓർബിറ്റിലാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. എം വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ -2 തൊട്ട് +2 വരെ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, നോഡ് വേറൊന്നുമില്ല, നമ്മുടെ ആ ഓർബിറ്റലിൽ സീറോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ആണ്. ഏത് റീജിയനിലാണോ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 വരുന്നത് അതാണ് നോഡ്. അതിൽ 2 ടൈപ്പിലുള്ള നോഡുണ്ട്. അല്ലെങ്കിൽ 2 ടൈപ്പിലുള്ള നോഡുണ്ട്. സ്പെറിക്കൽ അഥവാ റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലർ അഥവാ പ്ലനാർ നോഡും ഉണ്ട്. Number of spherical or radial node can be calculated by using the formula n minus l minus 1. Number of angular or planar node ആണെങ്കിൽ L. ഓക്കെ, ആ ഫോർമുല ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റലാണ്. അപ്പോൾ എങ്ങനെയാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്? ഇതും ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. 3 റൂളാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം. ഓഫ് പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർബിറ്റൽസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. ആ എനർജിയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് NCERT ബുക്കിൽ തന്നെ തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഡയഗ്രാം ഞാൻ പറയുന്നില്ല, ഡയഗ്രാം നമുക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആരോ മാർക്കിനനുസരിച്ച് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർബിറ്റലുകളുടെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി നമുക്ക് കിട്ടി. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു കാരണവശാലും ഒരാറ്റത്തിൽ 4 ഇലക്ട്രോണുകൾക്കും ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പറുകളും ഒരേപോലെ വരാൻ പാടില്ല. ഒരാറ്റത്തിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, പക്ഷേ ആ ഇലക്ട്രോണുകളുടെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പറുകളും ഒരേപോലെ വരാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുകളുടെ 4 ക്വാണ്ടം നമ്പറുകളും സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഒരിക്കലും സെയിം ആകത്തില്ല. നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. അങ്ങനെ വരണമെങ്കിൽ, അതായത് ഒരേപോലെ വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരണമെങ്കിൽ ഒരാറ്റത്തിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോണേ പാടുള്ളൂ? 2 ഇലക്ട്രോൺ. അതും എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കണം. അതാണ് പ്രത്യേകത. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഇൻ എ ഡീജനറേറ്റ് ഓർബിറ്റലിൽ നമുക്കറിയാം, പെയറിങ് നടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ഡീജനറേറ്റ് ഓർബിറ്റലും സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, പെയറിങ് നടക്കണമെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റലിൽ ആദ്യം അൺപെയറിങ് നടക്കണം. അതാണ് ഹൺസ് റൂള്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. ഓഫ് പ്രിൻസിപ്പിൾ എനർജിയുടെ ഓർഡറിലായിരിക്കണം. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ, അതും ഓപ്പോസിറ്റ് സ്പിന്നിൽ. ഹൺസ് റൂള് ഡീജനറേറ്റ് ഓർബിറ്റലാണോ പെയറിങ് നടക്കണമെങ്കിൽ അൺപെയറിങ് നടക്കണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ഈ ക്വസ്റ്റിന്. 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചേക്കുന്നത്? n = 1 പോസിബിളാണ്. n 1 വരുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? 0 ആയിരിക്കുമല്ലോ. 0 എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ ഉള്ളൂ, അതാണ് തന്നിരിക്കുന്നത്. L 0 വരുമ്പോൾ m എന്തായിരിക്കും? -L2 പ്ലസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? 0 പോസിബിളാണ്. എസ് +½ അല്ലെങ്കിൽ -½ ഈ 2 വാല്യൂ അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1 പോസിബിളാണ്, എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ നോക്കിക്കേ, n 4 ശരിയാണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ ഏതൊക്കെയാണ് വരുന്നത്? 0, 1, 2 ഈ 3 വാല്യൂവേ വരത്തുള്ളൂ. എമ്മിൻ്റെ വാല്യൂ അതിലൊരു വാല്യൂ ആണ് വന്നിരിക്കുന്നത്, 0 വന്നിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ L 0 ആണോ? m -L2 പ്ലസ് അല്ല, 0 വരുന്നത്. എസ് ഒന്നെങ്കിൽ +1/2 അല്ലെങ്കിൽ -1/2 പോസിബിൾ ആണല്ലോ. അപ്പോൾ അതും പോസിബിൾ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഓപ്ഷൻ പോസിബിളാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, n 3 പോസിബിളാണ്. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് n-1 വരെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ n 3 ആണ് എങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 തൊട്ട് 2 വരെ അല്ലേ? എന്ന് പറഞ്ഞാൽ 0, 1, 2 ഈ 3-ൽ ഏതെങ്കിലും ഒന്നേ എല്ലിൻ്റെ വാല്യൂ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ എല്ലിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് എത്രയാണ്? 3 അല്ലേ? പോസിബിൾ ആണോ? അല്ല. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവനാണ് നമ്മുടെ ഓപ്ഷൻ. ഇനി നിങ്ങൾ നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കോ, n 3 വരും. എല്ലിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? 0, 1, 2 അതിലൊരു വാല്യൂ അല്ല വന്നത്. L 0 ആണെങ്കിൽ m നിർബന്ധമായിട്ടും എന്തായിരിക്കും? 0. എസ് +1/2 അല്ലെങ്കിൽ -1/2. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ? ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ് ആറ്റം ഹാവിങ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വിത്ത് വാല്യൂ 0.
എം വാല്യൂ 0 വരുന്നത് എത്രയാണ് നോക്കിയാൽ മതി. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ എത്ര അറ്റോമിക് നമ്പർ 15 ആണല്ലോ. 15 വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേട്ടാ. 1s2, 2s2, 2p6, 3s2, 3p3. 3p3 എന്ന് പറയുമ്പോൾ 3 ഓർബിറ്റലിൽ ഓരോരോ ഇലക്ട്രോൺ വെച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ ഓർത്തോണം. ഇവിടെ എം വാല്യൂ 0 വരുന്ന ഓരോ ഓർബിറ്റിലുണ്ടല്ലോ, എം വാല്യൂ 0. ഇവിടെയും എം വാല്യൂ 0 വരുന്ന ഓർബിറ്റിലാണ് എസ്. 2പിയിലും ഒരെണ്ണം എം വാല്യൂ 0 വരുന്നുണ്ട്. എസ്സിൽ ഓരോ എല്ലാം എസ് എന്ന് പറഞ്ഞാൽ എം വാല്യൂ 0 ഉള്ളൂ. അപ്പോൾ എത്ര ഓർബിറ്റിലുണ്ട്? 6 ഓർബിറ്റിലുണ്ട്, അല്ല 5 ഓർബിറ്റിലുണ്ട്. പക്ഷേ ഇലക്ട്രോണിൻ്റെ എണ്ണം 10 അല്ല. ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോണാണ്, പക്ഷേ 10 അല്ല. കാരണം ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണേ ഇവിടെ വരുന്നുള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണേ പറ്റത്തുള്ളൂ? 9 ഇലക്ട്രോണേ പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? എസിൻ്റെ കേസിൽ എം വാല്യൂ എപ്പോഴും 0. പിയുടെ കേസിൽ വരുമ്പോൾ എം വാല്യൂ -1, +1, 0. ഒരെണ്ണം 0 ആയിരിക്കും. അതുപോലെ ഓർബിറ്റൽ ഡയഗ്രാം ഇൻ വിച്ച് ഓഫ് പ്രിൻസിപ്പിൾ ഈസ് വയലേറ്റഡ്. തന്നിരിക്കുന്നതിൽ ഓഫ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ എന്താടാ? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഓർബിറ്റൽ അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ഓഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓർബിറ്റിൽ ഫില്ലായിട്ട് 2s ഓർബിറ്റിൽ ഫില്ലായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? 2പിയിലേക്ക് പോകാൻ പാടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കിക്കേ, 2s ഫില്ലായിട്ടാണോ 2പിയിലേക്ക് പോകുന്നത്? അല്ല. അപ്പോൾ അവിടെ ആരും ഒബേ ചെയ്യുന്നില്ല, ഓഫ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഫസ്റ്റ് ഓപ്ഷനോ? അവിടെ ഓഫ് പ്രിൻസിപ്പിൾ അല്ല ഒബേ ചെയ്യാത്തത്, ഹൺസ് റൂൾ ഒബേ ചെയ്യുന്നില്ല. കാരണം അൺപെയറിങ് നടക്കുന്നതിന് മുൻപേ പെയറിങ് നടന്നു. മൂന്നാമത്തെ കേസിൽ ഓക്കെ, നാലാമത്തെ കേസിൽ ഓക്കെ. ഒന്നാമത്തെ കേസിൽ ഹൺസ് റൂൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഹൺസ് റൂൾ ഒബേ ചെയ്യാത്ത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാ? 1. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഏതാ? പോളീസ് ഒബേ ചെയ്യാത്തത് എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. സോറി, ഓഫ് ഒബേ ചെയ്യാത്തത് എവിടെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ നമ്പർ 2. അപ്പം ഞാൻ ഈ 2 ചാപ്റ്ററുകളിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് ഈ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ മുൻപോട്ടുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.